ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നമ്മൾ ഒരുപാട് സ്കിറ്റുകൾ കണ്ടു. ഇനി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആകാം. സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സംഭവം ഭയങ്കര വെറൈറ്റി ആണ്. എന്താണ് ആരാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. എന്തായാലും നേരെ നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് പാക്കേജ് അങ്ങോട്ട് തരാം. சி ஜோசப் விஜயனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்தியன் அரசின் அமைப்பின்பால் உண்மையாகவும் மாறாப்பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதலாட்சியையும் ஒருமையும் நிலைநிறுத்துவேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഈ ഒരു കയ്യടിയാണോ നമ്മുടെ തമിഴ്നാട് CM ജോസഫ് വിജയ്ക്കുള്ളതൊരു വലിയ കയ്യടി. ഇദ്ദേഹം നമ്മുടെ പത്തനംതിട്ട ഓഡിഷനിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു കലാകാരനാണ് അനു. കിടിലമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അനുവിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അനു എവിടെയാണ് വീട്? എന്റെ വീട് കൊല്ലം പത്തനാപുരത്താണ്. ഓക്കെ. അനു ഇതേപോലെ ഫിഗർ ഷോ ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണോ? പിന്നെ ഡാൻസ് മാസ്റ്റർ ആണ്. പഠിപ്പിക്കുന്നുണ്ട് സ്കൂളില്. പത്തനാപുരം സെന്റ് മേരീസ് സ്കൂളിലാണ്, ICC സ്കൂൾ. ഓ, സ്കൂളില് ഡാൻസ് അധ്യാപകനാണ്. നൈസ്. ഏതാണ് മെയിൻ ആയിട്ട് ഫിഗർ ഷോ ആണോ അതോ? ഫിഗർ ഷോ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതുണ്ട്. പിന്നെ അല്ലാതെ PSC ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി. വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇപ്പം വിജയ് സാറിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത ഫിഗറും നമ്മൾ കണ്ടു. അത് കൂടാതെ അനുവിന്റെ കയ്യിൽ വേറെ കുറച്ച് ഐറ്റം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതുകൂടെ കാണാമല്ലോ. ഓക്കെ അനു, അപ്പൊ ആദ്യം ആരെയാണ് ചെയ്യാൻ പോകുന്നത്? ആദ്യമായി സഞ്ജു സാംസൺ വേദിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ഈ ഫ്ലോറിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നസീർക്ക, ബിജു ചേട്ടൻ, അതുപോലെ തന്നെ ചേച്ചി, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ ചേച്ചി, അതുപോലെ ആങ്കറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പിള്ളേർ ബോളൊക്കെ ഒന്ന് തലയിലേറി. ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിന്റെ പഴയകാല വോയിസ് ആണ്. ചാർലി എന്ന ചിത്രത്തിൽ दरियाकों की खजाने में छुपा था मुसाफिर का दरिया और तेरे दिल की खजाने में वो दरिया का नमक. നിങ്ങളിപ്പോൾ താമസിക്കുന്ന പോലെ പണ്ട് പറഞ്ഞൊരു പാവം ചിന്നാമ്പട്. നിങ്ങൾ ബേജല വളർന്നേ, നമ്മൾ ചുമ്മാ കളറാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. നെക്സ്റ്റ് പൃഥ്വിരാജ്, അദ്ദേഹത്തിന്റെ കാളിയൻ എന്ന ചിത്രത്തിലെ ചെറിയൊരു വോയിസ്. അടവ് പഠിപ്പിച്ച് ദിരവിയാണ് തമ്പുരാനെ. നായ്ക്കളുടെ പടകിൽ ആൺപലം ഇനിയും ഉണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ, 10 കൊന്നോ 100 കൊന്നോ. പക്ഷെ തിരുമലൈക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങൂ. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്. ഞാൻ കാളിയൻ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അനു സാർ എന്ന് വിളിക്കാം, അധ്യാപകനായതുകൊണ്ട് അല്ലേ? അനു സാർ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിപ്പം മിമിക്രി ആണോ ഡാൻസ് ആണോ, എന്താണ് കൂടുതൽ ഇഷ്ടം? ആക്ച്വലി എല്ലാം ഇഷ്ടമാണ്. കലയെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ഇപ്പൊ കടന്നുകൊണ്ട് പോകുന്നത്. ആക്ച്വലി പേഷ്യൻ്റ് ആണ്. എന്ത് പറ്റി? മെഡിക്കലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ITP പേഷ്യൻ്റ്. സോ ITP ഓട്ടോമിയൻ ഡിസീസ് ആണ്. ബട്ട് ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ കൗണ്ട് കുറഞ്ഞു. ഇപ്പോൾ ബോൺമാരെ ബൈപ്സ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെ അപ്പൊ ഇത് ക്യൂറുള്ള ഡിസീസ് അല്ലേ? നമുക്ക് ക്യൂറുള്ള ആണ്, ബട്ട് ടേക്സ് ടൈം സാർ അങ്ങനെയാണ് പറഞ്ഞത്. ബട്ട് ബോൺമാരെ കഴിഞ്ഞു, അപ്പം റിസൾട്ട് എന്താണെന്ന് അറിയത്തില്ല. ബൈപ്സ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അയ്യോ, അപ്പം ഇത്രയും ഒരു ഹാർഡ്ഷിപ്പ് ഒക്കെ ഉള്ളില് മറച്ച് വെച്ചിട്ട് പുറത്ത് ഇത്രയും തമാശയും മിമിക്രിയെ കാണിച്ച് നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന ഉള്ളിലുള്ള വലിയ കലാകാരന് ഒരു വലിയ കൈഡി നമ്മൾ